ഹേ ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടോ? ഒരു പെൺകുട്ടി വളരെ വിഷമത്തോടെ ഒരു വീഡിയോ കോള് അച്ഛന് ചെയ്തതാണ്, പപ്പയ്ക്ക് ചെയ്തതാണ്. പക്ഷേ കേട്ടാൽ ദുഃഖം തോന്നുന്നൊരു വീഡിയോ തന്നെ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പെൺകുട്ടി പ്രസവിച്ചതിന് ശേഷം ആ കുട്ടി പെട്ടെന്ന് മരിക്കുകയാണ്. കുട്ടിക്ക് ജീവനില്ലായിരുന്നു. പ്രസവിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം ആ ബ്ലഡൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ആ കുട്ടിക്ക് പെട്ടെന്ന് ജീവൻ വന്ന പാടെ ഈ ലൈവിൽ വന്ന ഈ കുട്ടി സംസാരിക്കുന്ന ഈ കുട്ടി ഡോക്ടറെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടീനെ അവിടെ കിടത്തിയിട്ട് പോയതായിരുന്നു. തിരിച്ചു വരുമ്പോഴത്തേക്ക് കുട്ടിയെ കാണുന്നില്ല. ആരോ തട്ടിക്കൊണ്ട് പോയതാണോ, എന്താ സംഭവിച്ചെന്ന് അവൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. CCTV ഒന്നും ചെക്ക് ചെയ്തപ്പോൾ ഇല്ലയെന്നാണ് പറയുന്നുള്ളത്. എന്തായാലും ആ കുട്ടി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. 5% தான் இருக்கு. அதனால தான் உங்களுக்கு இந்த வீடியோ ரெக்கார்ட் இப்போ போடுறேன். இங்கே எங்கள் ஹாஸ்பிட்டலில் ஜோயல்னு ஒரு பொண்ணுக்கு டெலிவரி பார்த்தாங்க. நார்மல் டெலிவரி சொல்லி தான் டைப் பண்ணாங்க. குழந்தையோ பிறந்துச்சு. அதான் பிறந்த ஒரு நிமிஷத்துலேயே குழந்தை இறந்துருச்சுப்பா. இங்கே எல்லாருமே அப்செட். குழந்தைய க்ளீன் பண்ணி அட்டண்டர்கிட்ட ஒப்படைக்க சொன்னாங்க. என்ன நானும் க்ளீன் பண்ணி ரத்தத்தெல்லாம் தொடச்சி கிளாத்தில் சுற்றிட்டு இருக்கும்போது இது குழந்தைக்கு உயிர் வந்துருச்சுப்பா. எனக்கு ஒன்றுமே புரியல. நான் வேகமாக அந்த குழந்தைய வச்சுட்டு டாக்டரை கூப்பிட்டு போயிருந்தேன். டாக்டரை அட்டண்டர் கூப்பிட்டு வந்து பார்த்தா அந்த குழந்தை அங்கே இல்லை. நாங்களும் வெளியெல்லாம் தேடி பார்த்தோம். வார்டுக்குள்ளே யாருமே வரல. CCTV ஃபுட்டேஜ்லாம் செக் பண்ணோம். ஆனால் அந்த குழந்தை அங்கே இல்லை. இப்போ குழந்தையோட ரிலேட்டிவ்ஸ்லாம் நான் தான் அந்த குழந்தை எதுவும் பண்ணிட்டேன்னு என் மேலே பழி போடுறாங்க. எனக்கு என்ன பண்ணுறதுன்னு தெரிலப்பா. ரொம்ப பயமாக இருக்கு. தெரியல, எனக்கு என்ன பண்ணுறதுனே புரியல. അപ്പോൾ ഇതായിരുന്നു ആ വീഡിയോ ഗൈസ്. അപ്പോൾ ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് ടാറ്റാ ബൈ.